ദൈവ സൃഷ്ടിയായ സമുദ്രം. ദൈവം സൃഷ്ടിച്ച വളരെയധികം മനോഹരമായ കാര്യങ്ങൾ ഭൂമിയിലുണ്ട്. അതിലൊന്നാണ് മനോഹരമായ സമുദ്രം എന്ന് പറയുന്നത്. ഇയ്യോബ് 38 അധ്യായം 11 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിമനോഹരമായ ദൈവത്തിന്റെ ഒരു സമുദ്രത്തെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ്. അവിടെ കാണുന്നത്, ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും. അപ്പോൾ ഇയ്യോബിനോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. സമുദ്രത്തെ ദൈവം സൃഷ്ടിച്ചു. ആഴവും പരപ്പുമുള്ള സമുദ്രത്തെ ദൈവം സൃഷ്ടിച്ചു. ഈ സമുദ്രത്തിന്റെ ഭംഗിയിൽ ദൈവം ഒരു അതിരിട്ടു. അതാണ് തിരമാലകൾ എന്ന് പറയുന്നത്. ഈ തിരമാലകൾ അതിനപ്പുറത്തേക്ക് കയറുവാൻ സാധിക്കുകയില്ല. ദൈവമിട്ട ഈ അതിരുകൾക്കപ്പുറം അതിന് കയറി വരുവാൻ സാധിക്കുകയില്ല. ഈ സമുദ്രം കാണിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ വർണ്ണനയാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് സമുദ്രം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വലിയ തിരമാലകൾക്ക് സമമായി കടന്നു വന്നേക്കാം. എന്നാൽ ആ തിരമാലകൾക്ക് അതിരിടുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. സമുദ്രത്തിന്റെ തിരമാലകൾക്ക് അതിരിട്ടു. ഇത്രത്തോളം നിനക്ക് വരാം, അത് കഴിഞ്ഞ് നീ വരാൻ പാടില്ല എന്നൊരു കൽപ്പനയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ തിരമാലകൾക്ക് അപ്പുറമായി കടന്നു വരികയില്ല എന്നൊരു വലിയ സദൃശ്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആർത്തിരിമ്പുന്ന ഏത് വലിയ തിരമാലകളെയും ഏത് വലിയ കാറ്റിന്റെയും കടലിന്റെയും ഓളങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വമായ ഒരു വലിയ കടലിന് ദൈവം ഒരു തിരമാലയുണ്ട്. തിരമാലയുടെ വരവിന് ഒരു അതിരിട്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന സകല പ്രതിസന്ധികൾക്കും ദൈവത്തിന് ഒരു അതിരിടുവാൻ സാധിക്കും എന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് ഇന്ന് ഈ സമുദ്രത്തിന്റെ തിരമാലയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.